ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഇന്നത്തെ റെസിപ്പി ഗോബി ചില്ലി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ഗോപിയാണ്. നമുക്ക് അതിനായി ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് എടുക്കണം. ഒന്ന് ചൂടാക്കി പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് കൊത്തി റെഡിയാക്കി വെച്ച ഫ്ലവർ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് സാൾട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അധികം വേവാൻ പാടില്ല. നമ്മളൊന്ന് ഇതിലുള്ള അണുക്കളെല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ ഫ്ലവർ കൂടെ ഇതാക്കിയിട്ടുണ്ട്, ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അധികം വേവാൻ പാടില്ല, എന്നാൽ ഇതിലുള്ള ബാക്ടീരിയ എല്ലാം നശിക്കാൻ വേണം. അയ്യൊരു ഇതിൽ വേണം നമ്മൾ ചൂടാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട്, വേവിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനിപ്പോൾ ആവശ്യമായിട്ടുള്ള സാൾട്ട്, കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തേക്ക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത്, പച്ചമുളകും ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്. ഒരു കോഴിമുട്ട, ഒരു കുറച്ച് മൈദ, കുറച്ച് ഫുഡ് കളറ്, കുറച്ച് കോൺഫ്ലവർ കൂടി ഇടുന്നുണ്ട്. കുറച്ച് റൈസ് പൗഡർ, കുറച്ച് കടലപ്പൊടി. നമ്മളെ പൊടിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച കോൺഫ്ലവർ കൂടി മിക്സായി കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം.
ചില്ലി ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ ഗോബി ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പൊരിച്ചിങ് എടുക്കാം. അപ്പം നമ്മളെ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്.